ചാർലി, എന്താടാ? അവരെപ്പറ്റി വല്ല വിവരവും കിട്ടിയോ? അവന്റെ സംസാരവും മുഖത്തെ പുഞ്ചിരിയും കണ്ടതും ക്രിസ്റ്റി ഒരു നിമിഷം സംശയത്തോടെ അവനോട് ചോദിച്ചു. പറയാം, അവൻ ക്രിസ്റ്റിയെ നോക്കി മറുപടി പറഞ്ഞു. ചാർലി, ഈ സന്തോഷം പറയാൻ നമ്മുടെ ശീതൾ എവിടെയായിരിക്കും? അവള് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ലായിരിക്കും അല്ലേ? മദർ വിഷമത്തോടെ അവനോട് ചോദിച്ചു. എനിക്കറിയില്ല മദർ, അവൾ എവിടെയാണെന്ന് എനിക്കറിയില്ല. ഈ സന്തോഷം പറയാൻ അവൾ എവിടെയാണെന്ന് അറിയില്ല മദർ. അത് കേട്ടതും അവൻ വിഷമത്തോടെ അവരെ നോക്കി മറുപടി പറഞ്ഞു. നിങ്ങൾ രഞ്ജിത്തിനെ പോയി കണ്ടോ? ഞാൻ രഞ്ജിത്തിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മദർ അവനോടായി പറഞ്ഞു. ഞങ്ങൾ ആ സാറിൻ്റെ വീടിൻ്റെ മുറ്റത്തുണ്ട് മദർ, അങ്ങോട്ടേക്ക് കയറാൻ പോകുക, ചാർലി അവരോട് പറഞ്ഞു. ഒന്നും അരുതാത്തത് സംഭവിക്കില്ല ചാർലി. അവളും കുഞ്ഞും ആർക്കും ഒരു ദ്രോഹവും വരുത്താൻ ആഗ്രഹിക്കാത്ത കുട്ടിയാ. അവരെ മാതാവ് രക്ഷിക്കും. ഞാൻ റിസൾട്ട് വന്നപ്പോൾ പെട്ടെന്ന് നിന്നെ വിളിച്ച് പറഞ്ഞതാ, നിങ്ങൾ രഞ്ജിത്തിനെ കണ്ട് സംസാരിച്ചിട്ട് വാ, അവൻ നിങ്ങളെ സഹായിക്കും, എനിക്ക് ഉറപ്പുണ്ട്. മദർ പറഞ്ഞതും അവനൊന്നും മിണ്ടിയില്ല. ചാർലി, ദേവനെ വിളിച്ച് ഈ സന്തോഷവാർത്ത പറയണ്ടേ? അയാൾ മകളെ പോലെ തന്നെ കണ്ട ഇതിൽ തന്നെയാണ് അയാളുടെ യഥാർത്ഥ മകളെന്ന് അവർ സംശയത്തോടെ ചോദിച്ചു. പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് മദർ, പക്ഷെ ഈ ഒരു അവസ്ഥയിൽ ഈ സത്യങ്ങൾ ആ മനുഷ്യനറിഞ്ഞ ചങ്ക് പൊട്ടി ചാവുകയുള്ളൂ. തൻ്റെ കയ്യെത്താ ദൂരത്ത് മകൾ ഉണ്ടായിരുന്നിട്ടും അവളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ആ മനുഷ്യന് തോന്നും. അതുമാത്രമല്ല, എല്ലാം അറിഞ്ഞപ്പോൾ അവളെ ഒന്ന് കാണാൻ പോലും കഴിഞ്ഞില്ലല്ലോ എന്നുള്ള വിഷമം ഉണ്ടാകും. അതുകൊണ്ട് ഇപ്പോൾ ഒന്നും പറയേണ്ടെന്ന് എൻ്റെ അഭിപ്രായം. ചാർലി പറഞ്ഞതും അവർക്കും അത് ശരിയാണെന്ന് തോന്നി. അവർ ഓക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു. എന്താടാ ചാർലി, എന്തിനാ മദർ വിളിച്ചത്? ക്രിസ്റ്റി സംശയത്തോടെ അവനോട് ചോദിച്ചു. നമ്മുടെ ഷീതു, അവൾ അനാഥയല്ല, ചാർലി ചെറു പുഞ്ചിരിയോടെ അവനോട് പറഞ്ഞു. അത് കേട്ടതും ക്രിസ്റ്റി സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. കാരണം ഈ കാര്യങ്ങളൊന്നും തന്നെ ചാർലി ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ക്രിസ്റ്റിക്ക് എന്താ സംഭവമെന്ന് മനസ്സിലായില്ല. ചാർലി ഇതുവരെ നടന്ന സംഭവങ്ങൾ മുഴുവൻ ക്രിസ്റ്റിയോട് പറഞ്ഞു. നീ പറയുന്നതൊക്കെ സത്യമാണോ? ക്രിസ്റ്റി പുഞ്ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചതും അവനാണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി. എന്നാൽ ആ സന്തോഷം അധിക സമയം ഉണ്ടായിരുന്നില്ല. അവരെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്തതും ക്രിസ്റ്റിയുടെ മുഖം വാടി. പെട്ടെന്നാണ് ഒരു സെക്യൂരിറ്റി അവരുടെ കാറിൻ്റെ അടുത്തേക്ക് വന്നത്. എന്താ, ആരെ കാണാനാ? ഇവിടെ വാഹനങ്ങളൊന്നും പാർക്ക് ചെയ്യാൻ പറ്റില്ല. അയാൾ സംശയത്തോടെ അവരോട് ചോദിച്ചു. ഞങ്ങൾക്ക് രഞ്ജിത്ത് സാറിനെ ഒന്ന് കാണണമായിരുന്നു, വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളോട് ഇങ്ങോട്ടേക്ക് വരാനും പറഞ്ഞിട്ടുണ്ട്. ചാർലിയാണ് അയാളെ നോക്കി മറുപടി പറഞ്ഞത്. ഞാനൊന്ന് ചോദിക്കട്ടെ? അയാൾ തൻ്റെ ഫോൺ എടുത്ത് രഞ്ജിത്തിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. അവരെ അകത്തേക്ക് കയറ്റിവിടാൻ മറുവശത്തു നിന്നും നിർദ്ദേശമുണ്ടായി. അത് കേട്ടതും സെക്യൂരിറ്റി അവരോട് അകത്തേക്ക് കയറി പൊയ്ക്കോളാൻ പറഞ്ഞു. അവരുടെ കാർ അകത്തേക്ക് കയറി ചെന്നു. ഒരു ഇരുനില വീടായിരുന്നു അത്. അവർ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. പെട്ടെന്ന് മുൻവശത്തെ വാതിലെ തുറന്ന ഒരാൾ പുറത്തേക്ക് ഇറങ്ങി വന്നു. ഒരു പാൻറ്റും ടീഷർട്ടുമാണ് വേഷം. വലിയ നീളമൊന്നും ഇല്ലെങ്കിലും കണ്ടാൽ ഒരു പോലീസുകാരൻ്റെ ലുക്കൊക്കെ ഉണ്ടായിരുന്നു. വാ, അകത്തേക്ക് കയറി വാ. അയാൾ ചിരിച്ചുകൊണ്ട് അവരെ രണ്ടുപേരെയും അകത്തേക്ക് ക്ഷണിച്ചു. വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. നിങ്ങളുടെ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ ആ സോമനാഥൻ പിള്ളയാണല്ലോ എസ് ഐ ആയിട്ടിരിക്കുന്നത്. അയാളെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല. പണം കണ്ടവൻ പിണമെന്ന് പറയുന്നത് പോലെയാ. അയാൾക്ക് പണം തന്നെയാ വലുത്. അതുകൊണ്ട് നിങ്ങളുടെ ശത്രുക്കൾ ഓൾറെഡി പണം കൊടുത്ത് അയാൾ അവിടെ ഇരുത്തിയിട്ടുണ്ടായിരിക്കും. അതാ നിങ്ങളുടെ കേസിൽ അയാൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ തീരുമാനമെടുക്കാത്തത്. അയാൾ അവരെ രണ്ടുപേരെയും നോക്കി പറഞ്ഞു. സാറിനൊന്നും ചെയ്യാൻ പറ്റില്ലേ? സാറിൻ്റെ കീഴുദ്യോഗസ്ഥനല്ലേ അയാൾ? ക്രിസ്റ്റിയാണ് സംശയത്തോട് ചോദിച്ച്. അയാൾക്കൊക്കെ നല്ല പിടിപാടാണ്. ഞാൻ മേലുദ്യോഗസ്ഥനാണെങ്കിലും എന്നേക്കാൾ പവറുണ്ട് അയാൾക്ക്. സത്യം പറഞ്ഞാൽ ഇത് പറയുന്നത് എനിക്ക് നാണക്കേടാ. പക്ഷെ നമ്മൾ എപ്പോഴും ന്യായത്തിൻ്റെയും നീതിയുടെയും വശത്താ. അയാളോ പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും വശത്തും. എപ്പോഴും അധികാരം തന്നെയാണോ വലുത്? ഞാൻ അയാൾക്കെതിരെ എന്ത് തന്നെ പ്രവർത്തിച്ചാലും അത് എനിക്ക് തന്നെ ദോഷമായിട്ടേ മാറുകയുള്ളൂ. രഞ്ജിത്ത് അവരെ നോക്കി പറഞ്ഞതും അവരൊന്നും തന്നെ മിണ്ടിയില്ല. നിങ്ങൾക്ക് ചായയാണോ കാപ്പിയാണോ? അയാൾ സംശയത്തോടെ അവരോട് ചോദിച്ചു. ഞങ്ങൾക്കൊന്നും വേണ്ട സർ, എനിക്കെൻ്റെ ഭാര്യയും കുഞ്ഞിനെയും കണ്ടെത്തിയാൽ മതി, ചാർലി നിസ്സഹായതയോടെ അയാളോട് പറഞ്ഞു. ഇങ്ങനെ വിഷമിക്കാതിരിക്കുക, അവർക്കൊന്നും തന്നെ സംഭവിച്ചിട്ടുണ്ടായിരിക്കില്ല. നമുക്ക് കണ്ടെത്താം. അതിനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. നിങ്ങൾ പറഞ്ഞത് അവരെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നല്ലേ? അവർ സംശയത്തോട് ചോദിച്ചതും അവരാണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. അയാൾ തലയാട്ടിക്കൊണ്ട് എന്തോ ആലോചിക്കുന്നത് പോലെ കുറച്ചു നേരം ഇരുന്നു. അപ്പോഴേക്കും അയാളുടെ ഭാര്യ എന്ന് തോന്നിക്കുന്ന ഒരു സ്ത്രീ 2 കപ്പ് കോഫിയുമായിട്ട് അവരുടെ അടുത്തേക്ക് ചെന്നു. വിഷമിക്കണ്ട, എല്ലാം ശരിയാകും. അവരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഭഗവാൻ എന്തെങ്കിലും ഒരു ക്ലൂ തരാതിരിക്കില്ല. അവർ പറഞ്ഞുകൊണ്ട് കോഫി അവർക്ക് നേരെ നീട്ടിയതും ചാർലിയും ക്രിസ്റ്റിയും അവരുടെ കയ്യിൽ നിന്നും കോഫി വാങ്ങി. പെട്ടെന്നാണ് ചാർലിയുടെ ഫോൺ റിങ് ചെയ്തത്. സംശയത്തോടെ അവൻ ഫോൺ എടുത്ത് നോക്കിയതും ദേവൻ സാർ എന്നാണ് എഴുതി കാണിച്ചിരുന്നത്. ഒരുപക്ഷെ അവരെ പറ്റിയുള്ള വിവരങ്ങൾ അന്വേഷിക്കാനാകും അയാൾ വിളിക്കുന്നതെന്ന് അവന് തോന്നി. അവൻ ഫോൺ ഓണാക്കി തൻ്റെ ചെവിയിലേക്ക് വെച്ചു. ചാർലി, ദേവൻ അവനെ വിളിച്ചു. സർ. ചാർലിയും തിരികെ അയാൾക്ക് മറുപടി കൊടുത്തു. ചാർലി, എത്രയും പെട്ടെന്ന് നിങ്ങൾ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലേക്ക് വരണം. മോളെ കണ്ടെത്തി. അയാൾ സന്തോഷത്തോടെ അവനോട് പറഞ്ഞതും ചാർലി ഞെട്ടിപ്പോയി. അവൻ ആ ഒരു ഞെട്ടലോടെ തന്നെ ക്രിസ്റ്റിയുടെയും രഞ്ജിത്തിൻ്റെയും മുഖത്തേക്ക് നോക്കി. അവർ രണ്ടുപേരും എന്താണെന്നുള്ള അർത്ഥത്തിൽ അവനെ തിരികെ നോക്കുകയായിരുന്നു. എന്താടാ, എന്താ പറ്റിയേ? ക്രിസ്റ്റി ആവലാതിയോടുകൂടി അവനോട് ചോദിച്ചു. ഷീതു സാറിൻ്റെ ഒപ്പം ഹോസ്പിറ്റലിലുണ്ടെന്ന്.
ചാർലി സന്തോഷത്തോടെ അവരെ രണ്ടുപേരെയും നോക്കി മറുപടി പറഞ്ഞു. രഞ്ജിത്ത് തൻ്റെ നെഞ്ചിൽ സ്വയം കൈവച്ചുകൊണ്ട് ആശ്വാസം പോലെ ഒന്ന് ശ്വാസം എടുത്തിരുന്നു. എന്താ പറ്റിയെന്ന് ചോദിക്കു ചാർലി, ക്രിസ്റ്റി അവനോട് പറഞ്ഞു. സർ, എങ്ങനെയാ, എന്താ എൻ്റെ ഷീതുവിന് പറ്റിയത്? ചാർലി സന്തോഷത്തോടെയും അതിലുപരി ആവലാതിയോടും കൂടി അയാളോട് ചോദിച്ചു. എല്ലാം വന്നിട്ട് പറയാം, നിങ്ങൾ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് വാ. ദേവൻ പറഞ്ഞതും ചാർലി ഒന്ന് മൂളി. സർ, എൻ്റെ കുഞ്ഞ്, എൻ്റെ ഇസു, അവൻ സംശയത്തോടെ വീണ്ടും ചോദിച്ചു. കുഞ്ഞിനെ പറ്റിയുള്ള വിവരമൊന്നും കിട്ടിയില്ല ചാർലി, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ, ഞാൻ ഇവിടെയുണ്ട്, ദേവൻ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു. എന്താണ് സാർ പറഞ്ഞത്? ക്രിസ്റ്റി സംശയത്തോടെ അവനോട് ചോദിച്ചതും ദേവൻ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ ക്രിസ്റ്റി അവരോട് രണ്ടുപേരോടും പറഞ്ഞു. ആരാ ഈ ദേവൻ? രഞ്ജിത്ത് സംശയത്തോടെ അവനെ നോക്കി. അതിൻ്റെ വൈഫിനെ പഠിപ്പിക്കുന്ന സാറാണ്. സാറിന് അവളോട് ഭയങ്കര കാര്യമായിരുന്നു. പറയാനാണെങ്കിൽ ഒരുപാട് കഥയുണ്ട് സാർ, പോകുന്ന വഴി പറയാം. സാറും കൂടി വാ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. ഇവിടെ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലാണെന്നാണ് പറഞ്ഞത്. ചാർലി അവരെ നോക്കി പറഞ്ഞതും രഞ്ജിത്ത് തലയാട്ടി. എടാ, കുഞ്ഞിനെ പറ്റി എന്തെങ്കിലും വിവരം? ക്രിസ്റ്റി സംശയത്തോടെ അവനോട് ചോദിച്ചു. അതിനവനില്ല എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടിയിരുന്നു. ചാർലിയും ക്രിസ്റ്റിയും രഞ്ജിത്തും ചാർലിയുടെ കാറിലാണ് ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടത്. പോകുന്ന വഴിയിൽ അതുവരെ നടന്ന സംഭവങ്ങൾ മുഴുവൻ, അതായത് ദേവൻ അവളുടെ അച്ഛനാണെന്നുള്ള കാര്യം മധുര വിളിച്ച് പറഞ്ഞതുൾപ്പെടെ രഞ്ജിത്തിനോട് ചാർലി പറഞ്ഞിരുന്നു. എപ്പോഴെങ്കിലും തൻ്റെ മകളെ വിളിക്കുമെന്ന പ്രതീക്ഷയിൽ റിൻസിയുടെ ഫോൺ അവളുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ച് എടുത്തു വെച്ചിരിക്കുകയാണ് ആദം. അവളെ റൂമിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് അവൻ. ഫോൺ അവൾക്ക് കൊടുക്കാത്തതിൻ്റെ പേരിൽ രാത്രി മുഴുവൻ അവൾ പ്രശ്നമുണ്ടാക്കുകയും കതകിനിട്ട് അടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയൊക്കെ ദേഷ്യമുണ്ടെന്ന് പറഞ്ഞാലും അവളുടെ അവസ്ഥ കണ്ട് ആദത്തിൻ്റെ മമ്മിക്ക് വല്ലാത്ത വിഷമം തോന്നി. അവർ തൻ്റെ മകനോട് അവളുടെ ഫോൺ തിരികെ കൊടുക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ആദം അത് കേട്ടിരുന്നില്ല. കാരണം എപ്പോഴെങ്കിലും അവളുടെ പപ്പയോ തൻ്റെ പപ്പയോ അവളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചാലോ എന്ന ആദത്തിന് സംശയം തോന്നിയിരുന്നു. രാവിലെ അവളുടെ ഫോൺ റിങ് ചെയ്യുന്ന സൗണ്ട് കേട്ടാണ് ആദം കണ്ണുകൾ തുറന്നത്. അവൻ തലേന്ന് രാത്രിയിൽ ഹാളിൽ കിടന്നാണ് ഉറങ്ങിയിരുന്നത്. അവൻ ഫോൺ എടുത്ത് നോക്കിയതും ഡോക്ടർ നന്ദന എന്നാണ് ഫോണിൽ ഡിസ്പ്ലേയിൽ എഴുതി കാണിച്ചത്. നന്ദന ആരാണെന്ന് അവന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സംശയത്തോടെ അവൻ ആ കോൾ എടുത്തു. ഹലോ, മറുവശത്തു നിന്നും പറഞ്ഞു. ഹലോ, ആരാ? ആദം തിരികെ അവളോട് ചോദിച്ചു. ഇതാരാ സംസാരിക്കുന്നേ? റിൻസി എവിടെ? നന്ദന തിരികെ അവന് മറുപടി കൊടുത്തു. ഞാൻ റിൻസിയുടെ ഹസ്ബൻഡ്. അവൾ ഉറങ്ങുവാ, ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. എന്തെങ്കിലും പറയാനുണ്ടോ? ആദം കുറച്ച് കടുപ്പിച്ചാണ് നന്ദനയോട് സംസാരിച്ചത്. മിസ്റ്റർ ആദം? നന്ദന സംശയത്തോടെ അവനോട് ചോദിച്ചു. അതെ, അവൻ മറുപടി പറഞ്ഞു. റിൻസി? അവർ വീണ്ടും സംശയത്തോടെ ചോദിച്ചു. അവൾ മുറിയിലുണ്ട്, എനിക്കൊന്ന് സംസാരിക്കാൻ പറ്റുമോ? അവൾ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. അവൻ വീണ്ടും മറുപടി പറഞ്ഞു. അത് കേട്ടതും നന്ദനയുടെ നെറ്റി ചുളിഞ്ഞു. ഇതുവരെ എഴുന്നേറ്റിട്ടില്ലേ? അവർ വീണ്ടും ചോദിച്ചു. അതിന് അവനില്ല എന്ന് തന്നെയായിരുന്നു മറുപടി പറഞ്ഞത്. അല്ല, നന്ദന അവളുടെ ഒപ്പം പഠിച്ചതാണോ? അവൻ സംശയത്തോടെ അവളോട് കാര്യം തിരക്കി. അല്ല, അവളുടെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് ഞാൻ. റിൻസിയുടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഞാനാണ്. നന്ദന അവനോട് മറുപടി പറഞ്ഞു. ട്രീറ്റ്മെൻറ്റോ? എന്ത് ട്രീറ്റ്മെൻറ്റ്? അവൻ സംശയത്തോടെ വീണ്ടും ചോദിച്ചു. അപ്പോൾ ആദത്തിന് കാര്യങ്ങളൊന്നും അറിയില്ലേ? റിൻസി പറഞ്ഞത് ആദത്തിന് കാര്യങ്ങളൊക്കെ അറിയാമെന്നാണല്ലോ. വീണ്ടും സംശയത്തോടെ അവനോട് ചോദിച്ചു. എനിക്ക് നിങ്ങൾ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. റിൻസി എന്ത് ട്രീറ്റ്മെൻറ്റാണ് എടുക്കുന്നത്? അവൻ വീണ്ടും ചോദിച്ചു. 4 മാസമായി റിൻസി ഡിപ്രഷൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. ഞാനാണ് അവളെ മെൻറ്റർ ചെയ്യുന്നത്. ഇന്നലെ രാത്രിയിൽ റിൻസി എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു, അവൾക്ക് ഒട്ടും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ആ മെസ്സേജ് ഞാൻ ഇപ്പോഴാണ് കണ്ടത്. ഇന്നലെ എനിക്ക് നൈറ്റായിരുന്നു, എൻ്റെ ഫോണൊന്നും നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ മെസ്സേജ് കണ്ടപ്പോൾ ഞാൻ അതാ പെട്ടെന്ന് വിളിച്ചത്. ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചിരുന്നു ഹസ്ബൻഡിന് ഇതിനെപ്പറ്റി അറിയുമെന്ന്. അപ്പോൾ ഹസ്ബൻഡ് അറിഞ്ഞിട്ട് തന്നെയാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതെന്നാണ് റിൻസി എന്നോട് പറഞ്ഞത്. നന്ദന പറയുന്നത് കേട്ടതും ആദം ഞെട്ടി നിൽക്കുകയായിരുന്നു. കാരണം അവൾ ഡിപ്രഷൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടെന്നുള്ള കാര്യം അവന് പുതിയൊരു അറിവായിരുന്നു. റിൻസി വല്ലാത്തൊരു ഭയത്തോടെയാണ് ജീവിച്ചിരുന്നത്. ഇതിൽ ഫസ്റ്റ് റീസണായിട്ട് കൊടുത്തിരുന്നത് ഭർത്താവായ ആദത്തിനെ നഷ്ടപ്പെടുമെന്നുള്ള ഭയമാണ്. ആ ഭയം റിൻസിയെ വല്ലാതെ അലട്ടിയിരുന്നു. അതിനോടൊപ്പം താൻ വലിയൊരു തോൽവിയാണെന്നും തനിക്കിതുവരെ ഒന്നും തന്നെ നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നും അവൾ സ്വന്തമായിട്ട് വിശ്വസിച്ചിരുന്നു. നന്ദന പറയുന്നത് കേട്ടതും അതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെ അത് നിൽക്കുകയായിരുന്നു. എനിക്ക് റിൻസിയോടൊന്ന് സംസാരിക്കണം, അവളുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കാൻ പറ്റുമോ? അവർ വീണ്ടും സംശയത്തോടെ ചോദിച്ചു. കൊടുക്കാം. അവൻ മറുപടി പറഞ്ഞുകൊണ്ട് ആ ഫോണുമായി അവരുടെ മുറിയിലേക്ക് നടന്നു. അവൻ പുറത്തുനിന്നും ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് ഡോറിൻ്റെ ലോക്ക് തുറക്കാനായി അവൻ ശ്രമിച്ചതും അത് അകത്തുനിന്നും പൂട്ടിയിട്ടിരിക്കുന്നതാണ് അവൻ കണ്ടത്. 2-3 തവണ അവളെ വിളിച്ചെങ്കിലും അവൾ കതക് തുറക്കുന്നുണ്ടായിരുന്നു. മനസ്സിലായതും നന്ദനയോട് ഇപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞതിന് ശേഷം അവൻ വീണ്ടും റിൻസിയെ വിളിച്ചു. അവൻ്റെ ഒച്ചയും വിളിയും കേട്ടതും അവൻ്റെ മമ്മിയും അവൻ്റെ അടുത്തേക്ക് ചെന്നു. റിൻസി എത്ര തന്നെ വിളിച്ചിട്ടും അവൾ കതക് തുറക്കുന്നുണ്ടായിരുന്നില്ല. അവളുടെ ഒരു അനക്കവും റൂമിൽ നിന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. ആദം, എനിക്ക് പേടിയാവുന്നു. ഇത്രയും വിളിച്ചിട്ട് അവളെന്താ കതക് തുറക്കാത്തത്? അവൻ്റെ മമ്മി അവനെ നോക്കി പറഞ്ഞു. ഇത്രയും വിളിച്ചിട്ടും അവൾ വാതിൽ തുറക്കാഞ്ഞതും ആദത്തിനും വല്ലാത്ത ഭയം തോന്നി. അവസാനം രണ്ടും കൽപ്പിച്ച് ആദം ആ വാതിൽ ചവിട്ടി തുറന്നു. വാതിൽ തുറന്നതും കട്ടിലിൽ നിശ്ചലയായി കിടക്കുന്ന റിൻസിയാണ് കണ്ടത്. അയ്യോ മോളെ!
ആദത്തിന്റെ മമ്മി അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അവളുടെ മുഖത്തും കയ്യിലുമൊക്കെ തട്ടി വിളിച്ചു. എന്നാൽ അവൾ കണ്ണ് തുറക്കുന്നുണ്ടായിരുന്നില്ല. അത് കണ്ടതും ആദം പെട്ടെന്ന് തന്നെ അവളുടെ മൂക്കിൽ വിരൽ വെച്ച് നോക്കി. എന്നാൽ അവൾക്ക് ശ്വാസം പോലും ഉണ്ടായിരുന്നില്ല. റിൻസി! അവന്റെ മമ്മിയുടെ വിളി വീട്ടിൽ മുഴുവൻ മുഴുകി കേട്ടു. ആദം പെട്ടെന്ന് തന്നെ അവളെ എടുത്ത് തോളിലിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. കൂടെ അവരും. ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി ചാർലി വീട്ടിൽ വിളിച്ച് ശീതളിനെ കിട്ടിയ കാര്യം പറഞ്ഞിരുന്നു. അത് അവർക്കെല്ലാം ചെറിയൊരു ആശ്വാസം കൊടുത്തിരുന്നു. എങ്കിലും കുഞ്ഞെവിടെ എന്നുള്ള സംശയമായിരുന്നു എല്ലാവരിലും. ആ വിവരം അറിഞ്ഞതും റയാനും പപ്പയും കൂടി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് ഒരുമിച്ചാണ് എത്തിച്ചേർന്നത്. ദേവനെ വിളിച്ച് ചോദിച്ചതും അവൾ ICUവിലാണെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ അവർ ICUവിൻ്റെ മുൻപിലെത്തി. ദേവൻ ICUവിൻ്റെ മുൻപിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. സർ! ചാർലി അടുത്തേക്ക് ചെന്ന് വിളിച്ചു. അവരെ കണ്ടതും ദേവൻ പെട്ടെന്ന് തന്നെ ഇരുന്നെടുത്തു നിന്നും എഴുന്നേറ്റു. എന്താ സർ? എന്താ സംഭവിച്ചത്? അവളെ എവിടെ നിന്നാ കിട്ടിയത്? ചാർലി സംശയത്തോടെ അയാളോട് ചോദിച്ചു. അയാൾ നടന്ന സംഭവങ്ങളൊക്കെ ചാർലിയോട് പറഞ്ഞു. കുട്ടി വല്ലാതെ അവശയായിരുന്നു ചാർലി. പിന്നെ ഒന്നും നോക്കിയില്ല, ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്നപ്പോൾ ബോധം ഉണ്ടായിരുന്നില്ല. ഡോക്ടർ വന്ന് പറഞ്ഞത് അബോധാവസ്ഥയിൽ എന്തൊക്കെയോ പറയുന്നുണ്ടെന്നാ. കൂടുതലും കുഞ്ഞെന്നുള്ള വാക്കാ കേൾക്കുന്നത്. അവളുടെ മനസ്സിൽ മുഴുവൻ കുഞ്ഞിനെ പറ്റിയുള്ള ചിന്തയാണെന്ന് തോന്നുന്നു. ദേവൻ അവനെ നോക്കി മറുപടി പറഞ്ഞു. അല്ലാതെ അവളൊന്നും പറഞ്ഞില്ലേ സർ? അവൾ എവിടെയായിരുന്നു എന്നും എങ്ങനെ അവൾ രക്ഷപ്പെട്ടു വന്നതെന്നൊന്നും? ക്രിസ്റ്റി സംശയത്തോടെ ദേവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഇല്ല, ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ കാറിന്റെ മുൻപിലേക്ക് എടുത്തു ചാടുമായിരുന്നു മോള്. ഞാൻ ചെന്ന് പിടിച്ചപ്പോഴേക്കും അവൾ എൻ്റെ കയ്യിൽ തളർന്നു വീണു. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. എവിടെയായിരുന്നു എന്നോ എങ്ങനെയാണ് അവൾ രക്ഷപ്പെട്ടതെന്നോ ഒന്നും പറഞ്ഞില്ല. ബോധം വന്നെങ്കിൽ മാത്രമേ അവളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ദേവൻ ചാർലിയോട് മറ്റെല്ലാവരോടുമായി പറഞ്ഞു. സത്യം പറഞ്ഞ ഷീതുവിനെ കിട്ടിയപ്പോൾ തൻ്റെ DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് ഇന്നാണ് വരുന്നതെന്നുള്ള കാര്യം ദേവൻ പാടെ മറന്നുപോയിരുന്നു. ക്രിസ്റ്റി ചാർലിയുടെ മുഖത്തേക്ക് നോക്കി. ദേവനോട് കാര്യങ്ങളൊക്കെ പറയണ്ടേ എന്നായിരുന്നു ക്രിസ്റ്റി നോക്കിയതിൻ്റെ പൊരുൾ. എന്നാൽ ചാർലി ഇപ്പം വേണ്ട എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി. ശീതളിന് ബോധം വീണിട്ടുണ്ട്. എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾക്ക് കയറാം. സിസ്റ്റർ ICUവിൽ നിന്നും ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും എല്ലാവരും പരസ്പരം നോക്കി. ആരകത്തേക്ക് കയറുമെന്നുള്ള സംശയമായിരുന്നു. ചാർലി, നീ പോയിട്ട് വാ, അവൻ്റെ പപ്പ അവനെ നോക്കി പറഞ്ഞു. എല്ലാവർക്കും അത് ശരിയാണെന്ന് തോന്നി. സിസ്റ്റർ, ഇത് പോലീസ് ഓഫീസറാണ്, IPS ഓഫീസർ. സാറും കൂടി എൻ്റെ ഒപ്പം കയറിക്കോട്ടെ. എങ്കിൽ മാത്രമേ അവളോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ചാർലി അവരെ നോക്കി പറഞ്ഞതും അവരൊക്കെ പറഞ്ഞു. അങ്ങനെ രഞ്ജിത്തും ചാർലിയും കൂടിയാണ് അവളോട് സംസാരിക്കാനായി അകത്തേക്ക് കയറിയത്. അകത്തേക്ക് കയറിയതും അവൾ കണ്ണു തുറന്ന് കിടക്കുകയായിരുന്നു. പെട്ടെന്ന് തൻ്റെ അടുത്തേക്ക് വരുന്ന ചാർലിയെ കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇച്ഛായ! അവൾ അവനെ നോക്കി വിളിച്ചു. അവൻ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു. അവളുടെ നെറുകയിലൊന്ന് തലോടി. ഇച്ഛായ, നമ്മുടെ മോൾ എവിടെയാ? എനിക്ക് അവളെ കാണണം. അവൾ കരഞ്ഞുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു. നമുക്ക് കണ്ടെത്താം ഷീതു. നിന്നെ കിട്ടിയല്ലോ, ഇനി നമുക്ക് കണ്ടെത്താം നമ്മുടെ മോളെ. ഉടനെ തന്നെ മാതാവ് നമുക്ക് കാണിച്ചു തരും. അവൻ അവളുടെ നെറുകയിൽ തലോടി പറഞ്ഞതും അവൾ അവൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചിരുന്നു.